ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത് രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ വിശദമായി. ഇന്ത്യ മോൾഡോവ പങ്കാളിത്തത്തിന്റെ അടിസ്ഥാന ശിലകളിലൊന്നാണ് സാമ്പത്തിക സഹകരണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി മോൾഡോവൻ പ്രസിഡന്റ് മായ സെൻഡുവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. കൃഷി, ലോജിസ്റ്റിക്സ്, ആരോഗ്യം, ഫാർമസ്യൂട്ടിക്കൽസ്, പുനരുപയോഗ ഊർജ്ജം തുടങ്ങി വിവിധ മേഖലകളിലെ സഹകരണത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തിയതായി സംയുക്ത വാർത്താ സമ്മേളനത്തിൽ രാഷ്ട്രപതി പറഞ്ഞു. ജനക്ഷേമവും പുരോഗതിയും മുൻനിർത്തി നിരവധി നിർണായക മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ധാരണയായതായും ശ്രീമതി മുർമു വ്യക്തമാക്കി. आज राष्ट्रपति संधू और मैंने हमारी द्विपक्षीय साझेदारी के संपूर्ण आयामों पर चर्चा की. हमने हाल के वर्षों में हुए प्रगति की समीक्षा की और उन विभिन्न क्षेत्रों में अपने सहयोग को और गहरा करने पर सहमति व्यक्त की, जो हमारे लोगों के प्रगति, समृद्धि और कल्याण के लिए महत्वपूर्ण है. ഇന്ത്യ മോൾഡോവോ ബിസിനസ് ഫോറത്തെയും രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി മോൾഡോവൻ കമ്പനികളെ രാഷ്ട്രപതി ക്ഷണിച്ചു. രാജ്യത്തെ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീമതി മുർമു അഭിസംബോധന ചെയ്യും. ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ ഭാഗമായി മോൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമേനിയ എന്നിവിടങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. ലോക്സഭയിൽ ഇന്ന് രാവിലെ ചോദ്യോത്തരവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സഭയിൽ ഉന്നയിച്ചു. പ്രതിഷേധം കടുത്തതോടെ സ്പീക്കർ സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെക്കുകയായിരുന്നു. സഭ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം ബഹളം തുടർന്നതിനാൽ ഇന്ന് 6 തവണയാണ് നടപടികൾ നിർത്തിവെക്കേണ്ടതായി വന്നത്. 3 മണിക്ക് സമ്മേളിച്ചപ്പോഴും സമാന സാഹചര്യം തുടർന്നതിനാൽ ലോക്സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു. രാജ്യസഭയിലും സമാന പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത്. 5 തവണ നിർത്തിവെച്ച നടപടികൾ 2:30 പുനരാരംഭിച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചര്യത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിക്കും അന്തരിച്ച 6 മുൻ പാർലമെന്റ് അംഗങ്ങൾക്കും ലോക്സഭ ഇന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇന്ത്യ ഖത്തർ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ അൽത്താനി നിർണായക പങ്ക് വഹിച്ചതായി ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് രാജ്യസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. വിശദമായ ശാസ്ത്രീയ പഠനങ്ങൾക്കും കൂടിയാലോചനകൾക്കും ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊള്ളൂ എന്ന് കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി രാജ്യസഭയിൽ വ്യക്തമാക്കി. പെട്രോളിലെ എഥനോൾ മിശ്രണം ഇന്ത്യയിൽ 2001 തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ചതാണെന്നും ശാസ്ത്രീയ വിലയിരുത്തലുകൾക്ക് ശേഷം ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചാണ് 2025-26 ഇത് 20% ആക്കിയതെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന സമരക്കാരുടെ പ്രതിനിധികളുമായി കേന്ദ്രമന്ത്രി JP നഡ്ഡ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. സൗഹൃദപരമായ അന്തരീക്ഷത്തിലാണ് കൂടിക്കാഴ്ച നടന്നതെന്നും പ്രതിനിധി സംഘവുമായി വിശദമായി സംസാരിച്ചെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സമരക്കാർ രേഖാമൂലമുള്ള നിവേദനം സർക്കാരിന് സമർപ്പിച്ചു. സമരം അവസാനിപ്പിച്ച് സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിന് ഭരണകൂടത്തെ സഹായിക്കണമെന്ന് ശ്രീ നഡ്ഡ സമരക്കാരോട് അഭ്യർത്ഥിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കി. റബ്ബർ കർഷകരെ സഹായിക്കാനായി താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. 2026 ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് പുതിയ താങ്ങുവില ബാധകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇറാനിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൌരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി. നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതുവരെ ഇറാനിലേക്കുള്ള യാത്ര താൽക്കാലികമായി മാറ്റിവെക്കണമെന്ന് എംബസി മുന്നറിയിപ്പ് നൽകി. ഇറാനിലുള്ള ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകളുടെ സഹായത്തോടെ രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. പെരുമ്പാവൂരിലേക്ക് ബാലവേലയ്ക്കായി ബീഹാറിൽ നിന്ന് എത്തിച്ച 9 കുട്ടികളെ RPF രക്ഷപ്പെടുത്തി. പറ്റ്ന എറണാകുളം എക്സ്പ്രസിലെത്തിയ കുട്ടികളെയാണ് RPF ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ബീഹാർ ഗോപാൽഗഞ്ച് സ്വദേശിയായ സുനിൽ മണ്ഡൽ, സരൺ സ്വദേശിയായ W നാഥ് എന്നിവരെ RPF അറസ്റ്റ് ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ. 14 വയസ്സുള്ള 8 കുട്ടികളെയും 17 വയസ്സുള്ള ഒരു കുട്ടിയെയുമാണ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തിയത്. എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങിയ ഉടൻ തന്നെ ഇവരെ RPF സംഘം സുരക്ഷിതമായി മാറ്റുകയായിരുന്നു. ഇവർ നിലവിൽ സംരക്ഷണ കേന്ദ്രത്തിലാണ്. കുട്ടികളുടെ രക്ഷിതാക്കളെ ബന്ധപ്പെട്ടതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേസ് അന്വേഷണത്തിനായി റെയിൽവേ പോലീസിന് കൈമാറി. പെരുമ്പാവൂരിലെ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിൽ ജോലി ചെയ്യിക്കാനാണ് ഈ കുട്ടികളെ കൊണ്ടുവന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. കേസിലെ മലയാളി ഏജന്റിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അയോധ്യ ശ്രീരാമക്ഷേത്ര ഫണ്ട് തട്ടിപ്പന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ ആകുമോ എന്ന കാര്യത്തിൽ നിർദ്ദേശം തേടാൻ സുപ്രീംകോടതി സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നതായും സംസ്ഥാന പോലീസാണ് അന്വേഷണം നടത്തുന്നതെന്നും സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ച് ഈ മാസം 27-ന് വീണ്ടും വാദം കേൾക്കും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. എറണാകുളത്തും തൃശൂർ മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ചാർധാം യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. റോഡ് ഗതാഗതം തടസ്സപ്പെട്ട സ്ഥലങ്ങളിൽ തീർത്ഥാടകർക്ക് സുരക്ഷിതമായ താമസ സൌകര്യം ഉറപ്പാക്കണമെന്നും പാതകൾ പൂർണ്ണമായും സുരക്ഷിതമായതിനു ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കാവൂ എന്നും ജില്ലാ മജിസ്ട്രേറ്റുമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കനത്ത മഴ നാശം വിതച്ച ജമ്മുകാശ്മീരിലെ സ്ഥിതിഗതികൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ വിലയിരുത്തി. രജൌരി, പുഞ്ച് ജില്ലകളിൽ മഴക്കെടുതികളിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായമായി 6 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. കിയർ സ്റ്റാമർ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് സർക്കാർ രൂപീകരണത്തിനായി ആൻഡി ബേൺഹാമിനെ ചാൾസ് മൂന്നാമൻ രാജാവ് ക്ഷണിച്ചത്. പാർട്ടിയിൽ നിന്നുള്ള ആഭ്യന്തര സമ്മർദ്ദത്തെ തുടർന്ന് രാജി പ്രഖ്യാപിച്ച കിയർ സ്റ്റാമർ കാവൽ പ്രധാനമന്ത്രിയായി തുടരുകയായിരുന്നു. കോങ്കോയിൽ എബോള വ്യാപനത്തെ തുടർന്ന് ഇതുവരെ 930 പേർ മരിച്ചതായി റിപ്പോർട്ട്. കഴിഞ്ഞ ശനിയാഴ്ച വരെയുള്ള കണക്കനുസരിച്ച് 2344 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോങ്കോയിൽ പടർന്നു പിടിച്ച എബോളയുടെ ബുണ്ടി ബിഗോ വകഭേദത്തിനെതിരെ നിലവിൽ അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യയിൽ കാലവർഷക്കെടുതിയിൽ 6 മരണം. ഒഴുക്കിൽപ്പെട്ട വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും വീടിന്റെ മേൽക്കൂര തകർന്ന് 2 കുട്ടികളുമാണ് മരിച്ചത്. ED മരവിപ്പിച്ച 3 ബാങ്ക് അക്കൌണ്ടുകൾ ഉപയോഗിക്കുന്നതിന് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് അനുമതി നൽകാൻ വിസമ്മതിച്ച് കൽക്കട്ട ഹൈക്കോടതി. അനധികൃത സാമ്പത്തിക ഇടപാടുകൾ, നിയമവിരുദ്ധമായ പണപ്പിരിവ്, സംശയാസ്പദമായ ഫണ്ട് വകമാറ്റൽ എന്നിവ ആരോപിച്ച് സംസ്ഥാന പോലീസ് നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടി രൂപ ബാലൻസുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ ED മരവിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനം തുടരുന്ന രാഷ്ട്രപതി ദ്രൗപദി മുർമു മോൾഡോവൻ പ്രസിഡന്റ് മയ സാൻഡുവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ മോൾഡോവൻ കമ്പനികളെ സ്വാഗതം ചെയ്ത രാഷ്ട്രപതി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രക്ഷുബ്ധമായി പാർലമെന്റ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പെട്രോളിൽ കലർത്തുന്ന എഥനോളിന്റെ അളവ് 20% കൂടുതലാക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 250 രൂപയായി വർദ്ധിപ്പിച്ച് സംസ്ഥാന സർക്കാർ. ജൂലൈ 3 മുതൽ തീരുമാനം ബാധകം. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ചുമതലയേറ്റു. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.